Okay, how are you all? How was your week? How was your week's activities? How did all of it go? So, shall we begin? Today, we are looking into week 14 review. നമ്മൾ വീക്ക് 14 കവർ ചെയ്തിട്ടുള്ള പോർഷൻസിന്റെ ഒരു റിവ്യൂ സെഷൻ ആണ്. ആൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് പ്രൊഫഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ്. സോ വാട്ട് ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ഡു ഇസ് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഈ ഒരു വീക്കിൽ ചെയ്തിട്ടുള്ള ലാസ്റ്റ് വീക്ക് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്ന് റെഡിയാക്കി വെക്കണം. ബിക്കോസ് ഇന്ന് നമ്മൾ പോകുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഓക്കെ, സോ കെൻ യു ഓൾ പ്ലീസ് ഡു ദാറ്റ്. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ല എന്നറിയാം. ചെയ്തിട്ടുള്ളവർ ആ ആക്ടിവിറ്റീസ് ഒന്ന് റെഡിയാക്കി വെക്കണേ. നിങ്ങൾ ചാറ്റ് പിക്ചർ ടൈപ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. അതല്ല എഴുതി വെച്ചേക്കുന്നവരാണെങ്കിൽ പിക്ചർ ക്ലിക്ക് ചെയ്തും ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റും. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിംഗ്. Today we'll be looking into structured writing for business reports and proposals, concise executive summaries, drafting persuasive and analytical essays. ഇതൊന്നും ഇതൊക്കെ ഇന്ന് നിങ്ങളുടെ ഔട്ട്പുട്ട്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് is to strengthen our skills in professional business documents, executive summaries and persuasive essays. ഓവറോൾ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ റൈറ്റിംഗ് ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ സെഷന്റെ ഉദ്ദേശം. Okay, so beginning with writing business reports and proposals. ഒരു അത് ബിസിനസ് റിപ്പോർട്ട്സ് ആവട്ടെ, ഇമെയിൽസ് ആവട്ടെ, ഏതൊരു സംഭവം ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആവുന്ന സമയത്ത് മേക്ക് ഇറ്റ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ബിസിനസ് റിപ്പോർട്ട്സോ പ്രപ്പോസൽസോ പ്രിപ്പയർ ചെയ്തവരുണ്ടെങ്കിൽ പ്ലീസ് കെൻ യു പുട്ട് ഇൻ ദ ചാറ്റ് ബോക്സ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ please, I want you to put up in the chat box. Okay, ആരും ചെയ്തിട്ടില്ലേ? I'm waiting for your outputs. ആരും ചെയ്തവരില്ലേ? നിങ്ങൾ എല്ലാവരും ഒരു വീക്കിലെ ആക്ടിവിറ്റിയും ചെയ്യാതെയാണ് ഇങ്ങനെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ സെഷൻസ് എത്രമാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ പോകുന്ന ഒരു സ്റ്റൈൽ എന്താണ്, നമ്മൾ വീക്ക്ലി ചെയ്യുന്ന ടാസ്കുകൾ ഡിസ്കസ് ചെയ്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ചെയ്യാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേരുടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ, ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞു പോവാം എന്നത് എനിക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണേ. അതായത് ശരിക്കും ഈ ഒരു EP പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് എൻഹാൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ കുറച്ചും കൂടി ഇതിനൊന്നും കൂടെ സീരിയസ് ആയി കാണുക. ഓക്കെ, സോ ഒരു പ്രൊഫഷണൽ ബിസിനസ് റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം തന്നെ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുഴുവനായിട്ടുള്ള റിപ്പോർട്ടിന്റെ ഒരു ഉള്ളടക്കം ഒരു 1 പേജിൽ അല്ലെങ്കിൽ ഒരു 7 to 10 ലൈൻസിൽ മുഴുവനായിട്ട് അതിനെ സമ്മറൈസ് ചെയ്യുന്നതിനാണ് ഈ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. ആ ഒരു സമ്മറി വായിച്ചാൽ തന്നെ ഇതിന്റെ കോണ്ടന്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനീസിലേക്കൊക്കെ ബിസിനസ് റിപ്പോർട്ട്സ് അയക്കുകയാണെന്ന് വിചാരിക്കാം. ബിസിനസ് റിപ്പോർട്ട്സ് ക്യാൻ ബി ലോങ്, അതായത് മേ ബി 10 pages 15 pages ഒക്കെ ഉണ്ടായേക്കാം. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിപ്പോ ആവശ്യമില്ലാത്ത ഒരു കോണ്ടന്റ് ആണ് അതിലുള്ളതെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മനസ്സിലാക്കുമ്പോൾ വേസ്റ്റ് ഓഫ് ടൈം ആണ്. സോ ഒരു എക്സിക്യൂട്ടീവ് സമ്മറിയിൽ നിന്ന് എന്താണ് ഈ ഒരു റിപ്പോർട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി കോൺസൈസ്, ഇറ്റ് ഷുഡ് ബി ക്രിസ്പ് ആൻഡ് ക്ലിയർ, വേർഡ്സിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ആംബിഗ്യൂറ്റി, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യരുത്, പ്രൊഫഷണൽ ആയിരിക്കണം. അതുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് സമ്മറി വളരെ അട്രാക്റ്റീവ് ആയിട്ടും ഇംപ്രസീവ് ആയിട്ടും എപ്പോഴും ഫ്രെയിം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ കംസ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ യു കെൻ ഗിവ് റിപ്പോർട്ട് ആണെങ്കിൽ റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണെന്നുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, അതിൽ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് കൊടുക്കാം. അതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ മെയിൻ ആയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഇസ് അനാലിസിസ്. നമ്മളൊരു റിപ്പോർട്ട് അഥവാ പ്രപ്പോസൽ രണ്ടും വെക്കുന്ന സമയത്ത് വി നീഡ് ടു അനലൈസ്. ഇപ്പൊ റിപ്പോർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു ഈവെന്റിന് ശേഷം ചെയ്യുന്നതാണ് അല്ലെ. മേ ബി എന്തെങ്കിലും ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിന് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റിന്റെ റിവ്യൂസ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്ത് ലൈക്ക് 75% of the people has reported that the product has helped them up to a level
7% has reported that it has given them an outstanding performance. എന്നിങ്ങനെ അനാലിസിസുകളിൽ എന്താണ് നമ്മൾ മാക്സിമം ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ്, വേണമെങ്കിൽ വിഷ്വൽ എയ്ഡുകൾ, അതായത് ബാർ ഗ്രാഫുകൾ, പൈ ചാർട്ടുകൾ ഒക്കെ ഈ അനാലിസിസ് ഭാഗത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു പ്രപ്പോസലിൽ എങ്ങനെയാണ് അനാലിസിസ് വെക്കുക? പ്രപ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നതാണ് പ്രപ്പോസൽ. ഇപ്പോൾ ബിസിനസ് പ്രപ്പോസൽ എന്ന് പറയുന്നത് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസിനെ കുറിച്ച് നമ്മൾ വെക്കുന്ന ഐഡിയാസും അതിന്റെ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബിസിനസ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. സോ അവിടെ അനാലിസിസ് എന്തായിരിക്കണം? പ്രീവിയസ്ലി സിമിലർ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫാമിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. ആ ഒരു പ്രൊഡക്റ്റ് ഫാമിങ്ങിൽ എത്രമാത്രം ആൾക്കാർക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ആൻഡ് അതിന്റെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് റേറ്റ്സ് എത്രയാണ് എന്നിങ്ങനെയുള്ള എല്ലാ രീതിയിലുമുള്ള അനാലിസിസ് നടത്തുക. ഇത് കോസ്റ്റ് എഫിഷ്യന്റ് ആണോ, ഫീസിബിൾ ആണോ, മെയിൻ്റനൻസ് കോസ്റ്റ് എത്ര വരും, ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര വരും എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആയിരിക്കും ഒരു പ്രപ്പോസൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് അനാലിസിസിൽ വരിക. റെക്കമെൻഡേഷൻസ്, അത് ഏതിനുമാവട്ടെ, റിപ്പോർട്ടിനാവട്ടെ പ്രപ്പോസലിനാവട്ടെ, റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആക്ഷൻ പ്ലാൻ ആണ്. ഇനി ഫർദർ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സജഷൻസ്, അഡ്വൈസുകൾ ഒക്കെയാണ് ഈ റെക്കമെൻഡേഷൻസ് എന്ന ഒരു ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരേണ്ടത്. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടൊരു പ്രൊഫഷണൽ ബിസിനസ് റിപ്പോർട്ടിന്റെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതല്ല. ദിസ് ഇസ് ദ ജനറൽ വൺ. ഇനി നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഒക്കെ അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാം. പിന്നെ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ ചില കമ്പനീസിന്റെ റിക്വയർമെന്റുകൾ ഉണ്ടാവും. ചില കമ്പനീസ് ബിസിനസ് പ്രപ്പോസൽസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെ ഹെഡിങ്സ് ആയിരിക്കണം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി മെൻഷൻഡ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അതനുസരിച്ച് എടുത്ത് വരുത്തുക. ഓക്കെ, ദിസ് ഇസ് ദ കോമൺ ജനറൽ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ്. അതല്ലാതെ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഹെഡിങ്സ് മാറ്റുകയും ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, and then important is to use a formal tone and supporting recommendations with evidence. ആ വിത്ത് എവിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ അനാലിസിസ് ആവട്ടെ, റെക്കമെൻഡേഷൻസ് ആവട്ടെ, എല്ലാം നമ്മളുടെ ഒരു പേഴ്സണൽ താല്പര്യത്തിൽ പറയുകയും ചെയ്യുന്നതും കാര്യങ്ങളാവരുത്. ഇറ്റ് ഷുഡ് ഹാവ് ക്ലിയർ എവിഡൻസ്. അത് പ്രീവിയസ് ആൾക്കാർ ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് ആവാം, എന്തും ആവാം. ഓക്കെ, സോ ജസ്റ്റ് ഇത്രയൊക്കെയാണ് എനിക്ക് ബിസിനസ് റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസലിൽ പറയാനുള്ളത്. എനിവൺ ഹാവിങ് എനി ഡൗട്ട്? ഞാൻ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് ബിസിനസ് റിപ്പോർട്ടിന്റെ എക്സാമ്പിൾ ഒന്നും അറ്റാച്ച് ചെയ്തില്ലായിരുന്നു. എനി ഡൗട്ട്സ്? ഇഫ് യെസ്, പ്ലീസ് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകും, ചോദിച്ചോളൂ. നിങ്ങളാരും ഓക്കെ, കുറെ ഫ്രഷേഴ്സ് ഉണ്ട്. യെസ്, ഇനി സ്ക്രീനും ഷെയർ ചെയ്യുക. ഫ്രഷർ ആണ് മാം. ഓക്കെ, ഒരുപാട് ഫ്രഷേഴ്സ് ഉണ്ട്. ഫ്രഷേഴ്സിനോട് പറയാനുള്ളത്, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ ഡേ 1 തൊട്ടുള്ള ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. സോ ഡേ 1 തൊട്ടുള്ള നോക്കിയിട്ടില്ലെങ്കിലും ഒരു ഡേ 50ക്ക് ശേഷമുള്ളത് നോക്കി വരികയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ലിറ്റിൽ മോർ ഐഡിയ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബിസിനസ് റിപ്പോർട്ട് ഷെയർ ചെയ്ത് തരാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ഹെഡിങ്സ് അല്ല ഇവിടെ ഉള്ളത്. ബട്ട് ജസ്റ്റ് എ മിനിറ്റ്, ഐ ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ്. ഇത് ഒരു ഐഡിയൽ ബിസിനസ് റിപ്പോർട്ട് അല്ല കേട്ടോ. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇവിടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈവൻ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇത് വേറെ ഏതോ ലാംഗ്വേജിലുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രിലിമിനറീസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. അതായത് ഇവിടെ ഈ ഇൻട്രൊഡക്ഷൻ എന്നതിന് പകരം എന്ത് വരണം? നമ്മളുടെ എക്സിക്യൂട്ടീവ് സമ്മറി വരണം. പ്രിലിമിനറീസ് എന്നുള്ളിടത്ത് നമ്മളുടെ എന്ത് വരണം? ഇൻട്രൊഡക്ഷൻ വരണം. പ്ലാൻ ഇസ് റെക്കമെൻഡേഷൻ അണ്ടറിലായിരിക്കണം പ്ലാൻ വരേണ്ടത്. ഇതിന്റെ ഇടയിൽ ഒന്നും കൂടെ വേണം, എന്തായിരുന്നു? അനാലിസിസിൽ വേണമെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ ഇതാ ഇങ്ങനെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ബിസിനസ് റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസ് പറഞ്ഞു. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ്ലി വെക്കേണ്ടത് എക്സിക്യൂട്ടീവ് സമ്മറി ആണെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ഹൗ ടു ക്രാഫ്റ്റ് എഫക്റ്റീവ് എക്സിക്യൂട്ടീവ് സമ്മറീസ്. എക്സിക്യൂട്ടീവ് സമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമ്മറിയും എക്സിക്യൂട്ടീവ് സമ്മറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എനിവൺ? ഒരു സാധാ സമ്മറിയും എക്സിക്യൂട്ടീവ് സമ്മറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിവൺ? എക്സിക്യൂട്ടീവ് സമ്മറിയും നോർമൽ ഇറ്റ് മേ ബി ഒത്തന്റിസിറ്റി രണ്ടും ആക്ച്വലി
ഒത്തന്റിക് തന്നെയാണ്. വേർഡിങ്സ് വിൽ ബി എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് ഉദ്ദേശിച്ച എന്താണ്? ഫോർമൽ എന്നാണോ? ഓക്കെ. സമ്മറി ഇൻഫോർമൽ അങ്ങനെയില്ല. നമ്മളിപ്പോ ബിസിനസ് സമ്മറീസ് മുമ്പ് എഴുതാറില്ല, അങ്ങനെയല്ല. നമ്മളൊരു ഫോർമൽ ഡോക്യുമെന്റിന്റെ സമ്മറി എഴുതുന്ന സമയത്ത് ആ സമ്മറി എന്തായാലും ഫോർമൽ ആയിരിക്കും. ഇൻഫോർമൽ ഡോക്യുമെന്റിന്റെ സമ്മറി എഴുതുന്ന സമയത്ത് അതൊരു ഇൻഫോർമലും ആയിരിക്കും. ടു ഇൻഫോം someone who doesn't read anything about it. ഓക്കെ, അതായത് ഇതാണ് എക്സിക്യൂട്ടീവ് സമ്മറീസ്. നമ്മൾ നോർമൽ സമ്മറിനേക്കാൾ എക്സിക്യൂട്ടീവ് സമ്മറിയുടെ വ്യത്യാസം വരുന്നത്, എക്സിക്യൂട്ടീവ് സമ്മറീസ് എന്ന ഒരു ക്യാപ്ഷനിൽ നമ്മൾ കൊടുക്കുക. പൊതുവെ 10 to 15 പേജസ് ലോങ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇല്ലേ, അതിനെ സമ്മറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറീസ് എന്ന് പറയുക. അതായത് വളരെ ലോങ് ആയിട്ടുള്ള ടെക്സ്റ്റുകളെ നമ്മൾ ഷോർട്ട് സമ്മറൈസ് ചെയ്യുന്നതിനെയാണ് പൊതുവെ എക്സിക്യൂട്ടീവ് സമ്മറീസ് എന്ന് പറയുക. ഓക്കെ, യെസ്, എക്സാക്ട്ലി ലയാന. സമ്മറി അല്ല, എക്സിക്യൂട്ടീവ് സമ്മറി ആണ് ഓവർവ്യൂ ഓഫ് എ ലാർജർ ഡോക്യുമെന്റ് കേട്ടോ. എക്സിക്യൂട്ടീവ് സമ്മറി വളരെ ബ്രീഫും ആയിരിക്കും, അതേസമയം എന്താണ്, വളരെ വലിയ ടെക്സ്റ്റുകളെ, ഇപ്പോൾ നമ്മൾ പൊതുവെ സമ്മറി എഴുതുക ഒരു 2-3 പേജസിന്റെ ടെക്സ്റ്റിനെ നമ്മൾ സമ്മറൈസ് ചെയ്തൊരു 1 പേജ് ആക്കും. ബട്ട് എക്സിക്യൂട്ടീവ് സമ്മറി ഇസ് വേർ യു റീഡ് എ 20-page ടെക്സ്റ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു 1 പേജ്. അതായത് ഏറ്റവും വളരെ ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത്. ആൻഡ് ഓൾസോ എക്സിക്യൂട്ടീവ് സമ്മറീസ് നമ്മൾ ഫോർമൽ സെറ്റപ്സിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ പർപ്പസ് ഓഫ് എക്സിക്യൂട്ടീവ് സമ്മറീസ് എന്ന് പറയുന്നത് is to capture the document's main points, findings and recommendations. നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറീസ് എഴുതുന്ന സമയത്ത് വല്ലാതെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നും എഴുതണമെന്നില്ല. ആവശ്യവുമല്ല, അതും കഴിഞ്ഞ് അത്യാവശ്യം ഉള്ള പോയിന്റ്സ് മാത്രം ആഡ് ചെയ്യേണ്ടതാണ് എക്സിക്യൂട്ടീവ് സമ്മറീസിൽ വേണ്ടത്. മെയിൻ പോയിന്റ്സ് മതി. ഓക്കെ, ദെൻ കീ ഫൈൻഡിങ്സ് മതി. അതല്ലാതെ ഇപ്പൊ നമ്മൾ കുറെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഉണ്ടാവാം നമ്മുടെ ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ബിസിനസ് പ്രപ്പോസലിലൊക്കെ ഒരുപാട് എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ടാവും. അതായത് അമേരിക്കയിൽ ഒരാൾ ഇതേ സെയിം പ്രോജക്റ്റ് ചെയ്തിരുന്നു, ഇറ്റ് വാസ് 55% സക്സസ് ആൻഡ് 45% ലോസ് എന്നിങ്ങനെയുള്ള ഒരുപാട് അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം എക്സിക്യൂട്ടീവ് സമ്മറിയിൽ കൊടുക്കണം എന്നില്ല. യു ക്യാൻ ജസ്റ്റ് ഗിവ് റെലവെന്റ് ആയിട്ടുള്ള 1-2 കൊടുക്കാം. ആൻഡ് എക്സിക്യൂട്ടീവ് സമ്മറീസ് എപ്പോഴും നമുക്ക് വേണമെങ്കിൽ കീ പോയിന്റ്സിൽ എഴുതാം. ഓക്കെ, സമ്മറീസ് നമ്മൾ പൊതുവെ പാരഗ്രാഫ് ഫോമാറ്റിലാണ് എഴുതുക. ബട്ട് ഇൻ ടുഡേസ് സെനാരിയോ എക്സിക്യൂട്ടീവ് സമ്മറീസ് എന്നല്ല, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതാറുണ്ട്. ഓക്കെ, യാ. Next is emphasis on clarity and conciseness to allow readers to grasp the key points quickly. Conciseness എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ യൂസിങ് ഫ്യൂ വേർഡ്സ്. നമ്മൾക്ക് ഒരേ കാര്യം തന്നെ 10 വേർഡിലും പറയാൻ പറ്റുന്നുണ്ടാവും, 5 വേർഡിലും പറയാൻ പറ്റുന്നുണ്ടാവും. ആ 5 വേർഡ് യൂസ് ചെയ്ത് പറയുന്നതിനെയാണ് എന്ത്, ബി കോൺസൈസ് ആൻഡ് പ്രിസൈസ് എന്ന് പറയുന്നത്. അതായത് ബി ക്വിക്ക്, ബി ക്ലിയർ ടു ദ പോയിന്റ്. വേറെ എക്സ്ട്രാ ആയിട്ട് ഒരു വേർഡ് പോലും നമ്മൾക്ക് ആവശ്യമില്ല. ബി ക്ലിയർ ടു ദ പോയിന്റ്. ഓക്കെ, നമ്മൾ അതിനകത്ത് വെർബോസിറ്റി കുറക്കുക. ഓക്കെ, അതായത് ഇപ്പൊ ഒരാൾ പറയാണ്, ഓ ഇറ്റ് ഈസ് ക്ലൗഡി ടുഡേ ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുഡേ എന്ന് പറയുന്നതും ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുഡേ, ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നമ്മൾക്ക് അത് മതി. ഇറ്റ് ഈസ് ക്ലൗഡി ടുഡേ എന്നുള്ള ഇൻഫർമേഷൻ അവിടെ ആവശ്യമില്ല. കാരണം അവിടുത്തെ മെയിൻ പോയിന്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. മഴക്കാറുണ്ട്, അതുകൊണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഏറ്റവും അവിടെ ക്രിസ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് ക്ലൗഡി ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ വലിയ വാലിഡിറ്റി ഇല്ല. സോ യു ക്യാൻ കട്ട് ഇറ്റ് ഓഫ്. അതാണ് ആവശ്യമുള്ള ഇൻഫർമേഷനും അല്ല, അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം ഇൻക്ലൂഡ് ചെയ്യലാണ് നമ്മൾ എന്തിൽ ചെയ്യുക, എക്സിക്യൂട്ടീവ് സമ്മറി. കാരണം 2-3 പേജുള്ള ഒരു ടെക്സ്റ്റിനെ ഒരു പേജ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു 20 അല്ലെങ്കിൽ 20+ പേജുകളുള്ള ഒരു ആർട്ടിക്കിൾ പ്രപ്പോസലിനെയൊക്കെ ഒരു 1 പേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ് എ ബിറ്റ് ചാലഞ്ചിങ് ടാസ്ക്. ഓക്കെ, യു ക്യാൻ ഇംപ്രൂവ് ഇറ്റ് ബൈ പ്രാക്ടീസിങ്. ആൻഡ് ലെറ്റ് മീ ആസ്ക്, ഈ വീക്കിലെ ആക്ടിവിറ്റിയിൽ ഒരെണ്ണമെങ്കിലും ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ഈ വീക്കിലെ ആക്ടിവിറ്റിയിൽ ഒരെണ്ണം എങ്കിലും ചെയ്ത ആരെങ്കിലും ഉണ്ടോ? Is there anyone who did at least one activity of this week? എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ഇല്ല. എല്ലാ പാർട്സും ഇൻക്ലൂഡ് ചെയ്യണോ? എക്സിക്യൂട്ടീവ് സമ്മറിയിൽ എല്ലാ പാർട്സും ഇൻക്ലൂഡ് ചെയ്യണം എന്നില്ല. മെയിൻ പോയിന്റ്സ്, ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻസ്. പിന്നെ നമ്മൾ ഈ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് അതിന്റെ ടോപ്പിക്സ് ഒക്കെ മാറിയേക്കാം. ഓക്കെ, മേ ബി നമ്മുടെ പ്രപ്പോസലിൽ ഒരുപാട്
സബ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചേഴ്സ് ഉണ്ടാവാം. നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറിയിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രൊഡക്ഷൻ വിൽ ഹാവ് മെയിൻ പോയിന്റ്സ്, കീ പോയിന്റ്സ് ആയിട്ട് എന്തിനെ കുറിച്ചിട്ടാണ് എന്നുള്ളത്, ആൻഡ് വൈ ഇസ് ഇറ്റ് റെലവെന്റ്. നമ്മളിപ്പോൾ ഈ എക്സിക്യൂട്ടീവ് സമ്മറി ഇങ്ങനെ ഫ്രെയിം ചെയ്യാനുള്ള റീസൺ എന്താണ്, അങ്ങനെ വളരെ ക്രിസ്പ് ആയിട്ടുള്ള മേ ബി ഒരു 4 to 5 സെന്റൻസിൽ. ഓക്കെ, അതല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ ഇൻട്രൊഡക്ഷൻ തന്നെ 3 to 4 പേജ് ഉണ്ടാവാം. നമുക്കതിവിടെ 3 to 4 ലൈൻസ് മതി. ഐ സ്റ്റിൽ ഡിഡ്ന്റ് ഗെറ്റ് an answer for my question. ഇവിടെ നോ ആണെങ്കിൽ നോ പറഞ്ഞോളൂ. ഈ വീക്കിലെ ഒരു ആക്ടിവിറ്റി എങ്കിലും ചെയ്ത ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ? പ്ലീസ് റിപ്ലൈ. ഓക്കെ, നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാത്തതിന്റെ റീസൺ കൂടി ഒന്ന് പറയോ? ഇസ് ഇറ്റ് എന്താണ് എനി മിസ്റ്റേക്ക് ഫ്രം മൈ പാർട്ട് എന്നറിയാനാണ്. ഓക്കെ, കുറച്ച് ഫ്രഷേഴ്സ് ഉണ്ട്. ഓക്കെ, ഫൈൻ. അല്ലാത്തവർക്ക് എന്താണ് ബുദ്ധിമുട്ട്? എക്സാം വീക്ക് ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? അപ്പോഴും ഇവിടെ 88 ആൾക്കാരുണ്ട്. 88 ആൾക്കാരിൽ ഓക്കെ ഫോർ ദ ഫസ്റ്റ്. ഓക്കെ, പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ എക്സ്ക്യൂസുകൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാ വീക്കും നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ വീക്കിലെ 7 ആക്ടിവിറ്റീസും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം ഇരുന്നിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്തോളൂ. ദിസ് ബെയർലി ടേക്ക് 15 minutes. ഓക്കെ, 15 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. നിങ്ങൾ 2 ദിവസം കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധിക ദിവസത്തെ ടാസ്കുകളിലും എക്സസൈസ് 1, 2 and 3 ഒക്കെ ഉണ്ടാവില്ലേ? എക്സസൈസ് 1 മാത്രം ചെയ്തോളൂ. എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഐ നീഡ് എ ബേസിക് ഐഡിയ. I want all of you to have a basic idea. ഓക്കെ, നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണിത് ഇവിടെ എഫക്റ്റീവ് ആവുന്നത്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ എന്താ ഇൻ ഡെപ്ത് പോവാതെ എല്ലാത്തിന്റെ ഔട്ട്ലൈൻ നോക്കുന്നത്. ഈ PPTസിൽ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം അതാണ്. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തു വരുന്നവരാണ്. സോ നിങ്ങളുടെ ആക്ടിവിറ്റി ഡിസ്കഷനിലൂടെ ആയിരിക്കും നമ്മൾ ഫർദർ മുന്നോട്ട് പോവുക. ഇവിടെ ലാസ്റ്റ് EEP സെഷൻസിൽ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സെഷൻ അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് സെഷൻ 300 ഡേയ്സിന്റെ ആയിരുന്നു. ഒരു ഡേ 100ന് ശേഷം എന്റെ ഭാഗത്ത് നിന്ന് ഇൻപുട്സ് ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഔട്ട്പുട്സ് എന്റെ ഇൻപുട്സ് ആക്കി വെച്ചുകൊണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എക്സ്ട്രീംലി ഡിസപ്പോയിന്റിങ്. ഓക്കെ, എക്സാം ആണ് എന്നുള്ളത് അറിയാം. ഇവിടെ ഉള്ള ഒരു 90% ആൾക്കാർ വർക്കിംഗ് ആണ് എന്നുള്ളത് അറിയാം. വീട്ടിലെ കാര്യങ്ങൾ, ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതും അറിയാം. അതൊക്കെ ഐ എം വെരി വെൽ അവെയർ അബൌട്ട് ഇറ്റ്. പക്ഷേ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ഇൻവെസ്റ്റ് 10 minutes പെർ ഡേ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇനി അതിനും പറ്റാത്ത അത്രയും തിരക്കുള്ള ആൾക്കാരാണ് എങ്കിൽ 10 minutes ഇൻ 2 days. അതായത് ഒരു ദിവസം 5 മിനിറ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 10 മിനിറ്റ് എങ്കിലും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു റിയലി ഹെൽപ്പ് യു. അതായത് നമ്മൾക്കിത് വെറുതെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയി പോവാണ്. ഓക്കെ, വെറുതെ ഈ ഒരു വീക്കിലെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ വെറുതെ ഈ ഒരു വീക്കിലെ സെഷൻ മാത്രം ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഐ ഡോണ്ട് റിയലി ഫീൽ ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. ഓക്കെ, സോ കുറച്ചുകൂടെ, അതായത് വലിയ എഫേർട്ട് ഇടേണ്ടതില്ല, ഒരു കുഞ്ഞി എഫേർട്ടിന്റെ കാര്യം മതി. ഓക്കെ റോബിൻ, ഡേ 80 ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ 100th ഡേ ആയല്ലോ. നമ്മൾക്ക് ഇനി ഒരു 20 ഡേയ്സും കൂടി ആയിരിക്കും ഈ സെഷൻ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, വിൽ സ്റ്റോപ്പ് വെൻ ഇറ്റ് ഇസ് നമ്മൾ ഡേ 120 ആകുമ്പോഴേക്കും വിൽ ബി വൈൻഡിങ് അപ്പ്. ഓക്കെ, ഇപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു മാർക്കറ്റിംഗ് റിപ്പോർട്ടിന്റെ എക്സിക്യൂട്ടീവ് സമയമായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഈ പോയിന്റ് ഓൺ കസ്റ്റമർ എൻഗേജ്മെന്റ് ആൻഡ് റെക്കമെൻഡഡ് ആക്ഷൻസ്. ഓക്കെ, അവിടെ എന്താണ്, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. കാരണം അവിടെ നമ്മൾക്ക് വേണ്ടത് കസ്റ്റമർ എൻഗേജ്മെന്റിന്റെ രീതിയും അതുപോലെ തന്നെ റെക്കമെൻഡഡ് ആക്ഷൻസും മാത്രം മതി. സോ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ ഹെഡിങ്സിലൊക്കെ ചെറിയ ഡിഫറൻസ് വരും. ഫോർ ഓൾ ദ ഫ്രഷേഴ്സ്, നമ്മളുടെ ഈ ഒരു EEP വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ മെന്റേഴ്സ് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു തരുന്നുണ്ടാവും. പക്ഷെ ആ വാട്സപ്പ് മെസ്സേജിൽ ആക്ച്വലി കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇല്ല. യു നീഡ് ടു കം ബാക്ക് ടു യുവർ ആപ്പ്. നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ പേപ്പേഴ്സിന്റെ ഒക്കെ താഴെ കോണ്ടന്റിൽ തന്നെ എന്താണ് EEP അഥവാ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ എടുക്കുക. ആ ഫോൾഡറിൽ
EEP 2.0 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. സോ യുവ് ഗോട്ട് എവറി ഡേയ്സ് ആക്ടിവിറ്റീസ് ആൻഡ് കോണ്ടന്റ് ഇൻ PDF ഫോമാറ്റ്. ഓക്കെ, PDFകളായിട്ട് അപ്ലോഡഡ് ആണ്. അതിൽ കൃത്യമായിട്ട് ഡെയിലി ലെസൺ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, എക്സസൈസ് എന്താണ്, ആൻഡ് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസുകൾ എങ്ങനെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ PDF വ്യക്തമായും കൃത്യമായും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഇന്നോ ഇന്നലെയൊക്കെ ജോയിൻ ചെയ്തവരാണ് എങ്കിൽ വാട്സപ്പ് ചാറ്റുള്ള റോബിൻ, വാട്സപ്പ് ചാറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തൊട്ടുള്ള ടാസ്കുകളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഡേ 1 തൊട്ടുള്ള ടാസ്കുകൾ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളതും. ഓക്കെ, സോ ഇപ്പോ നിങ്ങൾ ഈ ഒരു 100th ഡേയിലോ 99, 98 ജോയിൻ ചെയ്തവരാണെങ്കിൽ വെയിറ്റ് ഫോർ ഫ്യൂ മോർ ഡേയ്സ്. അപ്പോൾ ഈ ഒരു ഡേ 120 കഴിയുന്ന സമയത്ത് വിൽ അഗെയിൻ സ്റ്റാർട്ട് ഫ്രം ഡേ 1. ഓക്കെ, നിങ്ങൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവും നന്നാവുക. അതല്ല ഒരു ഡേ 50 തൊട്ടൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ യു ഇറ്റ് ഇസ് ഈസി ടു കവർ ടാസ്ക് ഫ്രം ഡേ 1 to 50. ഓക്കെ, യാ. സോ നിങ്ങളൊരു എക്സിക്യൂട്ടീവ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു നീഡ് ടു ഫോക്കസ് ഓൺ ദ പേർപ്പസ്. എന്തിനു വേണ്ടിയാണ് എക്സിക്യൂട്ടീവ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഹെഡിങ്സിൽ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. ദെൻ ഇൻക്ലൂഡ് മെയിൻ ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പെർസ്വേസീവ് ആൻഡ് അനലിറ്റിക്കൽ എസ്സേസ്. എസ്സേസ് നമ്മൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ, ഒന്ന് അനലിറ്റിക്കലും ഒന്ന് പെർസ്വേസീവും. പെർസ്വേസീവ് എസ്സേയിൽ എന്ന് പറയുന്നത് എന്താ, കം ടു ദി എക്സാമ്പിൾ. ഓക്കെ, തീസിസ് എക്സാമ്പിൾ എന്ന് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ പെർസ്വേസീവ് എസ്സേയുടെ എക്സാമ്പിൾ. ദാറ്റ് ഈസ് കമ്പനീസ് ഷുഡ് അലൗ റിമോട്ട് വർക്ക് ഡ്യൂ ടു ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ്. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ബട്ട് യു വിഷ് ടു വർക്ക്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഇല്ല. സോ യു ആർ റിക്വസ്റ്റിംഗ് യുവർ കമ്പനി ടു ഗിവ് യു വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അല്ലെങ്കിൽ റിമോട്ട്ലി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്താണ്, ഒരു പെർസ്വേഡ്, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു എസ്സേയാണ് നിങ്ങൾ എഴുതുന്നത്. സോ ഇവിടെ എന്താണ്, കമ്പനീസ് ഷുഡ് അലൗ റിമോട്ട് വർക്ക് ഡ്യൂ ടു ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ്. എന്താണ്, വീട്ടിലിരിക്കുന്ന സമയത്ത് എന്താണ് കൂടുതൽ ടൈം കിട്ടും, നമ്മൾ കൂടുതൽ കംഫർട്ട് സ്പേസിലാണ്, കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നിങ്ങനെയുള്ള ഒരുപാട്. അതുപോലെ ഈ ഒരു ടോപ്പിക്കിൽ നടന്നിട്ടുള്ള റിസർച്ച് സ്റ്റഡീസിന്റെ സപ്പോർട്ട് വെക്കാം. അതുപോലെ ലോകത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള കമ്പനീസിൽ എത്ര പെർസെൻറ്റേജ് ആൾക്കാർ റിമോട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പെർസ്വേസീവ് എസ്സേ എയിംസ് ടു കൺവിൻസ് someone about something. ഓക്കെ, സോ ഇവിടെ എന്താണ് നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെന്റ്. തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അതാണ് നമ്മുടെ തീസിസ്. ഇവിടെ തീസിസ് എന്താണ്, കമ്പനീസ് ഷുഡ് അലൗ റിമോട്ട് വർക്ക് ഡ്യൂ ടു ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഈ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് അല്ലെങ്കിൽ റിമോട്ട് വർക്ക് ഓപ്ഷൻസ് ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും എവിഡൻസുകളും ഇത് വെക്കണം. ആൻഡ് ഫൈനലി കൺക്ലൂഷൻ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയോടുള്ളതാണെങ്കിൽ യു ഷുഡ് കൺക്ലൂഡ് ലൈക്ക് എ റിക്വസ്റ്റ്. എന്താണ്, ഫ്രം ഇൻ ലൈറ്റ് ഓഫ് ദി അബവ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇൻ ലൈറ്റ് ഓഫ് ദി അബവ് ആർട്ടിക്കിൾ we as team members of this company request to allow us to work remotely 3 days a week or 4 days a week എന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യുക. ദാറ്റ് ഇസ് ആക്ഷൻ പ്ലാൻ. ഇനി ഫർദർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, യാ. നെക്സ്റ്റ് നിങ്ങൾക്ക് വേറെ ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് ഇൻപുട്സ് എനിക്ക് തരാൻ പറ്റുമോ? കമ്പനീസ് ഷുഡ് അലൗ റിമോട്ട് വർക്ക് ഡ്യൂ ടു ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ്. അതാണ് നമ്മുടെ തീസിസ്. ഇതിന് സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് നിങ്ങൾക്ക് വെറുതെ ഡാറ്റാസ്, നിങ്ങളുടേതായിട്ടുള്ള ഡാറ്റ ഉണ്ടാക്കാം. ഇന്ന കമ്പനിയിൽ ഇത്ര ശതമാനം ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള നിങ്ങളുടേതായ ഡാറ്റ ഉണ്ടാക്കാം. ജസ്റ്റ് എനിക്ക് കുറച്ച് ഇൻപുട്സ് തരുമോ? നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റിന് സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് കൊടുക്കുക എന്നുള്ളതൊന്ന് എനിക്ക് എക്സാമ്പിൾ ആയിട്ട് ചാറ്റ് ബോക്സിൽ തരുമോ? ഇറ്റ്സ് ഹെൽപ്പ് ടു വർക്ക് ഈവൻ അറ്റ് നൈറ്റ് ടൈം ഓൾസോ. ഇറ്റ്സ് ഹെൽപ്പ് അല്ല കേട്ടോ, ഇറ്റ് ഹെൽപ്സ് ആണേ. ഇറ്റ്സ് അല്ല, ഇറ്റ്സിന്റെ മീനിങ് അതിൻ്റെന്നാണ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു വർക്ക് ഈവൻ അറ്റ് നൈറ്റ്. നൈറ്റ് ടൈം എന്ന് പറയേണ്ട ആവശ്യമില്ല, ഈവൻ അറ്റ് നൈറ്റ്.
Companies must allow bonus for hard working. ധ്യാന അത് ഇതിനെ സപ്പോർട്ടിങ് ആയില്ലാലോ. നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് വേണം കേട്ടോ. സോ പ്ലീസ് റിഫൈൻ യുവർ പോയിന്റ്. The Wipro company promotes the work from home policy. Okay, അത് okay ആണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് സെന്റൻസിന് ഡെവലപ്പ് ചെയ്യാം. They can set up their workspace in ways that helps them to focus and leading to higher productivity. Exactly. Yes, good one, Asana. നമ്മളുടെ സ്വന്തം സ്പേസുകളിലാവുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ എൻവയൺമെന്റ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അനലിറ്റിക്കൽ എസ്സേസ്. അനലിറ്റിക്കൽ എസ്സേസ് ആസ് ദ നെയിം സേസ് എന്താണ്? അനാലിസിസ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അനലിറ്റിക്കൽ എസ്സേസ്. ഫോർ എക്സാമ്പിൾ, come to the example given here. Analyzing technology's impact on education with balanced pros and cons. Okay, അതായത് ഇപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെയാണ് എഡ്യൂക്കേഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അവിടെ എന്താണ് നമ്മൾ കൺവിൻസ് ചെയ്യല്ല, മറിച്ച് ഒരു ഡിസ്കഷൻ രൂപത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിൽ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഡിസ്കസ്ഡ് ആയിരിക്കും. ഓക്കെ, അനാലിസിസിൽ വി ആർ അനലൈസിങ്. നമ്മൾ അതിനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യണ പോലെ ചെകിഞ്ഞ് നോക്കുകയാണ്. ഇത് ഏതൊക്കെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യാത്തത് അല്ലെങ്കിൽ എന്നുള്ളത്. ഓക്കെ, സോ അനാലിസിസ് ഇസ് ലൈക്ക് എ ഡിസ്കഷൻ. ഒരു ഡിസ്കഷൻ മൂഡാണത്. അത് നമ്മൾ ഒരു പോയിന്റിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, മറിച്ച് വാട്ട് വി ഡു ഇസ് വി ഡിസ്കസ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്. കമ്പനി ക്യാൻ അച്ചീവ് ദ ഫിക്സഡ് ടാർഗറ്റ് ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. അത് നമ്മളുടെ തീസിസിനെ സപ്പോർട്ടിങ് ആയില്ല. നമ്മുടെ തീസിസ് എന്താണ്? കമ്പനീസ് ഷുഡ് അലൗ റിമോട്ട് വർക്ക് ഡ്യൂ ടു ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ്. അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സ് സപ്പോർട്ടിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറയാൻ പറ്റും, അതൊക്കെ ആയിരിക്കണം നമ്മുടെ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ്. ഈ അനലിറ്റിക്കൽ എസ്സിയും പെർസ്വേസീവ് എസ്സിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? പ്ലീസ് ഗിവ് മീ എ യെസ് ഓർ നോ. ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ് പെർസ്വേസീവ് എസ്സി, എന്താണ് അനലിറ്റിക്കൽ എസ്സി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? യെസ്, ഓക്കെ ഓക്കെ. സോ നമ്മളൊരു എസ്സി എഴുതി തുടങ്ങുന്നതിന് മുമ്പേ ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ഏത് ടൈപ്പിലുള്ളതാണ് എഴുതാൻ പോകുന്നത് എന്ന് നോക്കുക. അതനുസരിച്ച് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ബിക്കോസ് അനലിറ്റിക്കൽ എസ്സിയിൽ നമ്മൾ കോണ്ടന്റ് പാർട്ടിൽ വി വോണ്ട് ബി സപ്പോർട്ടിങ് അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് ഒന്നിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ടെക്നോളജി എഡ്യൂക്കേഷനിൽ നല്ലതാണ് അല്ലെങ്കിൽ ടെക്നോളജി എഡ്യൂക്കേഷണൽ സപ്പോർട്ടിങ് അല്ല എന്നുള്ളത് പോയിന്റ് നമ്മൾ പറയുന്നുണ്ടാവില്ല. പക്ഷെ അനലിറ്റിക്കൽ എസ്സേസിന്റെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ അതിന്റെ കൂടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, അനലിറ്റിക്കലിന് വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മളുടെ പെർസ്വേസീവ് എസ്സേയിൽ യൂസ് ചെയ്തതിന് നേരെ നമുക്ക് അനലൈസ് ചെയ്യുകയും ചെയ്യാം. എങ്ങനെയാണ്? അനലൈസിങ് റിമോട്ട് വർക്ക് പോളിസീസ് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ്. അനലൈസിങ് റിമോട്ട് വർക്ക് പോളിസീസ് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി ബെനിഫിറ്റ്സ്. അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അനലൈസ് ചെയ്യാണ്. ഇവിടെ ആരെയും നമ്മൾ പെർസ്വേഡ് ചെയ്യാൻ നോക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ പെർസ്വേഡ് ചെയ്യാൻ എന്താണ്? നമുക്ക് ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ടുബാക്കോ, അതൊക്കെ ഒരു പെർസ്വേസീവ് എസ്സേ ആണ്. ആൾക്കാരെ അവെയർ ആക്കാൻ വേണ്ടി, മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന എസ്സേസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യാണ്. പ്രോസ് എന്താണ്, കോൺസ് എന്താണ്, ഫർദർ ഇംപ്ലിക്കേഷൻസ് എന്താണ്. വി ആർ അനലൈസിങ്, ഇൻ ഡെപ്ത് ആയിട്ട് പോയിട്ട് അനലൈസ് ചെയ്യാണ്. ഓക്കെ, യാ. ആൻഡ് ഇത് കിട്ടാത്തവര്, അതാണ് പെർസ്വേസീവ് എസ്സേ ഇസ് ടു നിങ്ങളൊരു ബേസിക് ഐഡിയ ഇല്ലാണ്ട് നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു കുറച്ചുകൂടെ കോംപ്ലക്സ് ടോപ്പിക്കിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ജെയിംസ്. നമ്മൾ ഓൾറെഡി വെരി ബേസിക് എന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു ഇത്. നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ ഇത് ഡേ 100 ആണ്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ഡേ 100ലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം ആണത്. യു ക്യാൻ റെഫർ ടു പ്രീവിയസ് ഡേയ്സ് ആക്ടിവിറ്റീസ് ഫ്രം യുവർ ആപ്പ്. ഓക്കെ ഓക്കെ, യാ. നെക്സ്റ്റ് ഇസ് ഫോർമൽ ഇമെയിൽസ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ടോപ്പിക് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ടുഡേ വാട്ട് ഐ വാണ്ടഡ് ഇസ് ഐ വോണ്ട് ടു ഗെറ്റ് യുവർ ആക്ടിവിറ്റീസ്. നിങ്ങൾ ചെയ്ത ഔട്ട്പുട്ട്സ് കിട്ടലായിരുന്നു ഇന്നത്തെ എൻ്റെ ഇൻപുട്ട്. ആരെങ്കിലും എപ്പോഴെങ്കിലും ചെയ്ത ഏതെങ്കിലും ഫോർമൽ ഇമെയിൽസ് ആദ്യമായിട്ടല്ല, നമ്മൾ ഇതിന് മുമ്പും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഫോർമൽ ഇമെയിൽസ് ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യുമോ ഇവിടെ, ഇഫ് എനിവൺ? അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാം. ഫോർമൽ ഇമെയിലിൽ എന്താണ് ഫസ്റ്റ് വേണ്ടത്? സബ്ജക്ട് ലൈൻ. ഓക്കെ, സബ്ജക്ട് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ ഇമെയിൽ എന്നുള്ളത് അവിടെ ഒരു 1 ലൈനിൽ കൈൻഡ് ഓഫ് ഹെഡിങ്, ആ ഒരു ഇമെയിലിന്റെ ഹെഡിങ് പോലെയുള്ളതിനെയാണ് നമ്മൾ
സബ്ജക്ട് ലൈൻ എന്ന് പറയുന്നത്. സോ കം ടു ദി എക്സാമ്പിൾ ഹിയർ. സാമ്പിൾ സബ്ജക്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റിക്വസ്റ്റ് ഫോർ മീറ്റിംഗ് ടു ഡിസ്കസ് പ്രോജക്ട് പ്രോഗ്രസ്. അപ്പൊ എന്താണ്, നമ്മളൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ഇങ്ങനെ ഒരു ഇമെയിൽ കാണുമ്പോൾ തന്നെ എന്താണ് അറിയാം, ഓക്കെ ഈ ഒരു ഇമെയിൽ ഇതിനെ കുറിച്ചിട്ടാണ്, പ്രൊജക്ട് പ്രോഗ്രസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മീറ്റിംഗ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇമെയിൽ ആണത് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം തന്നെ ബിറ്റ്വീൻ 20 to 50 ഇമെയിൽസ് വരാം. സോ എല്ലാ ഇമെയിൽസും ഒരുമിച്ച് നോക്കുന്നതിനേക്കാൾ ആ സബ്ജക്ട് ലൈൻ നോക്കിയിട്ട് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ആദ്യം നോക്കാനും ലെസ് ഇമ്പോർട്ടൻ്റ് ആയത് പിന്നീട് നോക്കാനും അത് ഹെൽപ്പ് ചെയ്യും. സോ സബ്ജക്ട് ലൈൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്രീറ്റിംഗ് ബോഡി. ഗ്രീറ്റിംഗ് ബോഡി അല്ല ഗ്രീറ്റിംഗ്. ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ ഡിയർ സർ. ഇപ്പോൾ നമ്മൾ അറിയാത്ത ഒരാൾക്കാണ് അയക്കുന്നത്, അതായത് നമ്മളുടെ കമ്പനി മറ്റൊരു കമ്പനിയുമായി കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ അയക്കുകയാണ് എന്ന് വിചാരിക്കാം. അവിടുത്തെ ആരെയും നമ്മൾ അറിയില്ല. സോ അപ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ ടു യൂസ് വേർഡ്സ് ലൈക്ക് റെസ്പെക്റ്റഡ്. ഓക്കെ, ഇപ്പൊ റെസ്പെക്റ്റഡ് സർ എന്ന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഗ്രീറ്റിംഗ്സ് എന്ന് മാത്രം ഇടാം. ഓക്കെ, അതായത് ഗ്രീറ്റിംഗ് പാർട്ടിൽ നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് എന്ന് കോമ ഇടാം. ഓക്കെ, ഗ്രീറ്റിംഗ്സ് കോമ. യു ക്യാൻ സ്റ്റാർട്ട് ദ ഇമെയിൽ. നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം അവിടെ ഗ്രീറ്റിംഗ്സ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ഗ്രീറ്റിംഗ്. ഗ്രീറ്റിംഗിന്റെ ഉദ്ദേശം എന്താണ്, നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോൾ ഹലോ പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു ഇമെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ വെക്കുന്നതിന്റെ ഉദ്ദേശം സെയിം തന്നെയാണ്. ഓക്കെ, സോ എപ്പോഴും അറിയാത്ത ഒരാൾക്ക് അയക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ഗുഡ് ടു കീപ് റെസ്പെക്റ്റഡ്. ഓക്കെ, പക്ഷെ നമ്മളുടെ കമ്പനിയിൽ തന്നെ ഉള്ള ഒരു സീനിയർ എംപ്ലോയിക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൊലീഗിനൊക്കെ അയക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ കൊലീഗിന്റെ പേര് വെച്ചും അയക്കാം. ഓക്കെ, ഇറ്റ് ഇസ് ഓൾസോ മുമ്പ് എന്താണ് ഡിയർ യൂസ് ചെയ്യൽ ഇൻഫോർമൽ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ബട്ട് ഇന്നത്തെ സെറ്റപ്പിൽ എന്താണ് ബീങ് മോർ ഫ്രണ്ട്ലി, നമുക്ക് നമ്മുടെ കൊലീഗ്സിന്റെ അടുത്ത് ഡിയർ യൂസ് ചെയ്യാം. ഓക്കെ, വെരി ഹാപ്പി ഐ ഗോട്ട് 2 മെസ്സേജസ് ഹിയർ. റോബിൻ അതെനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചത് തന്നെ ഒന്ന് ടു എവ്രി വൺ എന്ന ഓപ്ഷൻ ഇട്ടിട്ട് അയക്കോ, സോ ദാറ്റ് എവ്രി വൺ ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. സോ we'll just have a look at Joseph's message. Joseph Senior. Respected sir, I am Joseph KJ. Subject line every day. The most important point is missing here. Subject line missing on Joseph. Please take note of it. Okay. I am Joseph KJ. And എഴുതുന്ന സമയത്ത് നമ്മൾ punctuation spellings correct ആയിരിക്കണം. Respected sir S capital ആയിരിക്കണം. I am Joseph KJ. അവിടെ പേരിൽ നമ്മൾ J capital ആയിരിക്കണം. Initials capital ആയിരിക്കണം. I am I capital ആയിരിക്കണം. I am Joseph KJ കഴിഞ്ഞിട്ട് full stop ഉണ്ടായിരിക്കണം. I am an Airtel customer. I am an Airtel customer. I am using Airtel Wi-Fi current plan. I am using Airtel Wi-Fi. Current plan is 30 Mbps. I am not enough that plan. I am not enough that plan എന്ന് പറയുക. That plan is not enough for my need. അല്ലെങ്കിൽ this plan does not suffice my need. ഓക്കെ, ഐ ആം നോട്ട് ഇനഫ് എന്ന് പറയുന്നത് ഞാൻ മതിയാവുന്നില്ല എന്നാണ്. ഞാനല്ലല്ലോ മതിയാവാത്തത്, നമ്മൾക്ക് നമ്മുടെ പ്ലാൻ അല്ലേ മതിയാവാത്തത്. ദിസ് പ്ലാൻ ഡസ് നോട്ട് മീറ്റ് മൈ റിക്വയർമെന്റ്സ്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ അത് നമുക്ക് പറയാം. ഐ ആം റിക്വസ്റ്റിംഗ് ടു അപ്ഗ്രേഡ്. ഓക്കെ, ഐ എം റിക്വസ്റ്റിംഗ് മിനിമം 100 Mbps. അപ്പോൾ എന്താണ്, നമ്മൾ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ സബ്ജക്ട് ലൈൻ എന്ത് വരണം, റിക്വസ്റ്റ് ഫോർ അപ്ഗ്രഡേഷൻ ഓഫ് എയർടെൽ വൈഫൈ പ്ലാൻ എന്നതായിരിക്കണം സബ്ജക്ട് ലൈൻ. I am requesting to upgrade to minimum 100 Mbps. I tried Airtel Thanks Up, but I tried it through Airtel Thanks App, but it is not supporting. അല്ലെങ്കിൽ I am not able to do it. So I kindly request you for changing the current plan. Regardingly എന്ന് പറയില്ല കേട്ടോ, faithfully എന്ന് പറയാം, sincerely എന്ന് പറയാം. ഓക്കെ, റിഗാർഡ്സ് എന്ന് പറയാം. റിഗാർഡിംഗ്ലി എന്നൊരു വേർഡ് ഇല്ല കേട്ടോ ജോസഫ്. സോ പ്ലീസ് കറക്റ്റ് ഇറ്റ്. ഇവിടെ സംഭവം കമ്മ്യൂണിക്കേറ്റഡ് ആണ്, പക്ഷെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിൽ എററുകൾ ഉണ്ട്. ആൻഡ് ഫുൾ സ്റ്റോപ്സ് ആൻഡ് കോമ കൃത്യമായി യൂസ് ചെയ്യേണ്ടടുത്ത് യൂസ് ചെയ്യേണ്ടതുണ്ട്. സ്പെല്ലിങ്സ് നോക്കേണ്ടതുണ്ട് കേട്ടോ. നെക്സ്റ്റ് വിൽ ഹാവ് എ ലുക്ക് അറ്റ് റോബിൻസ്. ഗ്രീറ്റിംഗ്സ് ഓഫ് ദ ഡേ അങ്ങനെ പറയില്ല. ഗ്രീറ്റിംഗ്സ് ഓഫ് ദ ഡേ എന്ന് പറയില്ല, ഗ്രീറ്റിംഗ്സ് മതി. ആൻഡ് റോബിന്റെയിലും നമ്മളുടെ ഇതില്ലല്ലോ, സബ്ജക്ട് ലൈൻ ഇല്ല, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇല്ല. Respected sir, this email is regarding
an internal selection from permanent, as internal അല്ലല്ലോ, an internal selection from permanent KSRTC employers. Kindly check the attachment and do the appropriate action. Thanks in regard. ഇതില് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നില്ല റോബിൻ. ഒരു ക്ലാരിറ്റി വന്നില്ലല്ലോ. എന്തിനാണത്? കൈൻഡ്ലി ചെക്ക് ദി അറ്റാച്ച്മെന്റ് ആൻഡ് ഡു ദ അപ്രോപ്രിയേറ്റ് ആക്ഷൻ. എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത്? ഇവിടുത്തെ കൺസേൺ എന്താണ്? ദിസ് ഇമെയിൽ ഇസ് റിഗാർഡിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, എന്തിനെ കുറിച്ചാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഷിജു ഹാസ് സെൻഡ് another email. Greetings, I am writing. ഇവിടെയും സബ്ജക്ട് ലൈൻ ഇല്ല. വേർ ഇസ് ദ സബ്ജക്ട് ലൈൻ? ഓക്കെ, ഇവിടെയും ഷിജുവിൻ്റെതിലും സബ്ജക്ട് ലൈൻ മിസ്സിംഗ് ആണ് കേട്ടോ. I am writing in regard, in regards വേണ്ട, in regard മതി, in regard to request a reference for my new job. For the past 1 month, I have been working as a warehouse operator in Nella at GXO at Claudius Way, Wellingborough. For that position, they are requesting references from previous employers. I had worked at Zara, GXO at Grange Park, and if I can words in pronunciation അത് തന്നെയാണെന്ന് I'm not sure. Grange Park ആണോ Grange Park ആണോ എന്ന് എനിക്കറിയില്ല. Grange Park as an agency staff through Mac recruitment from December 23 to February 24. So hereby I request a reference from you. Okay, this email is ഇത് okay ആണ്. പക്ഷെ എന്താണ്, ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഇതിനെ ഫോർമൽ ആക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ എന്താണ് ഒരു പൊളൈറ്റ്ലി ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് സെന്റൻസിൽ മാത്രമാണ്. സോ ഹിയർ ബൈ ഐ റിക്വസ്റ്റ് എ റെഫറൻസ് ഫ്രം യു എന്നതിന് പകരം നമ്മളിവിടെ ഇത്രയും മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനേക്കാൾ for that position they are requesting reference from previous employers. I had worked at Zara, GXO എന്നുള്ളതൊക്കെ അവിടെ എക്സ്ട്രാ ഇൻഫർമേഷൻ അല്ലേ ശരിക്കും? നമ്മൾ നമ്മുടെ പ്രീവിയസ് എംപ്ലോയറിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് നമ്മളുടെ ആ ഒരു കൺസേൺ മാത്രം പറഞ്ഞാൽ പോരെ. അതിനുശേഷം ഞാൻ ഇവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? സോ ഇതും ഈ ഒരു ഇമെയിലും നല്ല രീതിയിൽ ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, സോ ഈ ഒരു കുറഞ്ഞ ടൈമിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് അയച്ചാണെന്ന് തോന്നുന്നു. എനിവേ വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നിങ്ങൾ അയച്ചതിന് ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ. ഇനി മതി കേട്ടോ, ഇനി ഇമെയിൽസ് അയച്ചത് മതിയേ. വി നീഡ് ടു മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെ ബുസ്താനം അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് വിൽ വൈൻഡ് അപ്പ് ദിസ് സ്ലൈഡ്. റിക്വസ്റ്റ് ഫോർ ചേഞ്ചിങ് മൈ അഡ്രസ്. നമ്മൾ സബ്ജക്ട് ലൈനിന്റെ മുമ്പ് സബ്ജക്ട് എന്ന് എഴുതിയിട്ടാണ് കേട്ടോ സബ്ജക്ട് ലൈൻ കൊടുക്കുക. Request for changing my address, which I gave to IGNOU University. Which I gave എന്നൊന്നും നമ്മൾ സബ്ജക്ട് ലൈനിൽ കൊടുക്കില്ല കേട്ടോ. റിക്വസ്റ്റ് ഫോർ ചേഞ്ചിങ് മൈ അഡ്രസ് മതി. കാരണം നമ്മൾ ഓൾറെഡി ഇഗ്നോനൽ ആർക്കാണോ ഈ മെയിൽ അയച്ചത് ചേഞ്ചിങ് മൈ അഡ്രസ് യൂസ്ഡ് ഫോർ IGNOU യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇഗ്നോയിനാണ് ഈ മെയിൽ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കത് അറിയാലോ. നമ്മൾ ചേഞ്ചിങ് അഡ്രസ് ഈ ഒരു മെയിൽ അയക്കുന്നുണ്ടാവുക ആർക്കാണ്? നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് അഡ്രസ് അയച്ചവർക്കല്ലേ. അപ്പൊ അതുകൊണ്ട് റിക്വസ്റ്റ് ഫോർ ചേഞ്ചിങ് കറന്റ് അഡ്രസ് അത്രയും മതി. വിച്ച് ഐ ഗേവ് എന്നുള്ളതൊന്നും വേണ്ട. ഓക്കെ, ഗ്രീറ്റിംഗ്സ്. ഓക്കെ, ഇവിടെ റെസ്പെക്റ്റഡ് സർ മാഡം അത് വന്നിട്ടില്ല, അത് മിസ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഫാത്തിമ. I am writing this letter to inform you that I made a mistake while giving my address for IGNOU admission. So I would like to change my address which I given earlier to avoid any difficulty in future. അവിടെ എന്താണ് വളരെയധികം വെർബോസിറ്റി വന്നില്ലേ? ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞു എന്ത് മിസ്റ്റേക്ക് പറ്റിയത് കറക്റ്റ് ചെയ്യാനാണ്. സെക്കൻഡ് ലൈനിൽ വീണ്ടും എന്താ പറയുന്നത്? മുമ്പ് കൊടുത്ത അഡ്രസ്സ് മാറ്റാൻ തന്നെയാണ്. സെയിം മീനിങ് ഉള്ള 2 സെന്റൻസുകൾ അവിടെ വന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് മാറ്റേണ്ട അഡ്രസ്സ് എവിടെ? പ്രീവിയസ് അഡ്രസ്സ് തെറ്റി എന്ന് പറഞ്ഞു. ഇനി പുതുതായി ആഡ് ചെയ്യേണ്ട അഡ്രസ്സ് എവിടെ? അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? സോ ഇത്രയും മതി. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ to change my address. But then I made a mistake while giving my address. Adonnum venda. I am writing this letter to request for a address change. എന്നിട്ട് I would like to change my current address to എന്ന് പറഞ്ഞിട്ട് പുതിയ അഡ്രസ്സും കൂടെ കൊടുക്കുക. Then ഇത് ക്ലോസിംഗ് ലൈൻ ആയിട്ട് കീപ്പ് ചെയ്യാം. To avoid any further difficulty, please do the needful at the earliest. അത് ക്ലോസിംഗ് ലൈൻ ആയിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, സബ്ജക്ട് ലൈൻ ബോഡി പാർട്ടിലാണോ വേണ്ടത്? അല്ല, സബ്ജക്ട് ലൈൻ ആദ്യം നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് ആ ലൈൻ കൊടുക്കുക അതിനുശേഷം. ഓക്കെ,
സോ സാമ്പിൾ ക്ലോസിംഗ് ലൈൻ ആയിട്ട് എന്താണ്? പ്ലീസ് ഡു ദ നീഡ്ഫുൾ അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് കൊടുക്കാം. അറ്റ് ദ ഏർലിയസ്റ്റ് ടു അവോയ്ഡ് ഫർദർ ഇൻകൺവീനിയൻസ് കൊടുക്കാം. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ് കൊടുക്കാം. ഓക്കെ, ഹോപ്പ് ടു കണക്ട് വിത്ത് യു സൂൺ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇമെയിൽസ് എപ്പോഴും കോൺസൈസ് ആയിരിക്കുക, ക്ലാരിറ്റി ഉണ്ടായിരിക്കുക, ബി പ്രൊഫഷണൽ, ബി പൊളൈറ്റ്. നെക്സ്റ്റ് ഇസ് എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് ടെക്നിക്. ഓക്കെ, ഇപ്പോ നിങ്ങൾ ഈ അയച്ച ഇമെയിൽ തന്നെ നിങ്ങൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ എഡിറ്റിംഗ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആദ്യത്തെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും സെന്റൻസിന്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ, അതായത് ഫസ്റ്റ് സെന്റൻസ് ഇത് വേണ്ട, ഇത് സെക്കൻഡ് സെന്റൻസ് ആക്കിയിട്ട് ഒരു ഫസ്റ്റ് സെന്റൻസ് വേറെ ആഡ് ചെയ്യാം. അതുപോലെ പാരഗ്രാഫുകൾ റീഫ്രേസ് ചെയ്യുക, അല്ലെങ്കിൽ പാരഗ്രാഫുകളിൽ വ്യത്യാസം വരുത്തുക. അതുപോലെയുള്ള മേജർ ചേഞ്ചസ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതുപോലെ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ വെർബോസിറ്റി ഉണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യുക. ഇവിടെ ഈ വാക്കിന്റെ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുക. എന്നിട്ട് പിന്നെ എന്താണ്, ഈ വാക്കിന്റെ അത്യാവശ്യം ഉണ്ടോ എന്ന് കൂടെ ആലോചിക്കുക. ഓക്കെ, എന്നിട്ട് മാത്രം അത് ചെയ്യുക. ആവശ്യമില്ലാത്ത എല്ലാം ഒഴിവാക്കുക. ഓക്കെ, സോ പ്രൂഫ് റീഡിങ്ങിന്റെ ഫസ്റ്റിൽ എന്താണ്, സെന്റൻസുകളുടെ ക്ലാരിറ്റി ഉറപ്പുവരുത്തുക ഒക്കെ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഇസ്, അടുത്ത ലെവൽ ഓഫ് എഡിറ്റിംഗ് എന്താണ്, ഫോർ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ദാറ്റ് ഇസ് ഗ്രാമർ, പങ്ക്ച്വേഷൻ, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഇവിടെ എന്താണ്, പല ആൾക്കാരും പലതും എഴുതി തുടങ്ങുമ്പോൾ പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ആയിരിക്കും. പിന്നെ എഴുതി വരുന്നതിന്റെ ഇടയിൽ എന്താണ്, ഈ പാസ്റ്റും പ്രസന്റും ഒക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന ടെൻസ്, അത് എന്തോ ആവട്ടെ, സ്റ്റോറി ആവട്ടെ, ആർട്ടിക്കിൾ ആവട്ടെ, ഇമെയിൽ ആവട്ടെ, എന്തോ ആവട്ടെ, അതിന്റെ ഒരു could you please send a sample email, Robin? Next weekലേക്ക് അയക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. Yeah. Okay, so first level of editing should be for sentences, for avoiding verbosity, for paragraph structuring, and the second level should be for grammar, punctuation, and consistency. Clear അല്ലേ? ഗ്രാമർ സ്ട്രക്ചേഴ്സിൽ ഇംപ്രൊവൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? പങ്ക്ച്വേഷൻസ് ഇൻക്ലൂഡ് സ്പെല്ലിംഗ് എറേഴ്സ്, അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ്, കോമ എന്നിങ്ങനെയുള്ളതൊക്കെയാണ് പങ്ക്ച്വേഷനിൽ വരിക. ഓക്കെ, സോ ഇവിടെ കം ടു ദി എക്സാമ്പിൾ. ഇവിടെ ഒറിജിനൽ സെന്റൻസ് ഇതാണ്, ദ ഗോൾ ഇസ് ടു വർക്ക് ഓൺ ക്രിയേറ്റിംഗ് ന്യൂ സൊല്യൂഷൻ. അവിടെ റിവൈസ്ഡ് അല്ലെങ്കിൽ എഡിറ്റഡ് വേർഷൻ എന്തായി, ആർ ഗോൾ ഇസ് ടു ക്രിയേറ്റ് ന്യൂ സൊല്യൂഷൻ. ദ ഗോൾ ഇസ് ടു വർക്ക് എന്നത് ആർ ഗോൾ ഇസ് ടു ക്രിയേറ്റ് എന്നതായി. ഓക്കെ, അവിടെ എന്ത് സംഭവിച്ചു, രണ്ട് സെന്റൻസിന്റെയും മീനിങ് സെയിം ആണ്. ബട്ട് ഫസ്റ്റ് സെന്റൻസിനേക്കാൾ സെക്കൻഡ് സെന്റൻസിലേക്ക് വന്നപ്പോൾ വേർഡ്സിന്റെ എണ്ണം കുറഞ്ഞു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സെന്റൻസ് തെറ്റാണോ? Is the original sentence wrong? Please let me know. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ് റോങ് ആണോ? Is it wrong? തെറ്റാണോ? അത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒറിജിനൽ സെന്റൻസ് തെറ്റാണോ? No. Okay, very good. Yes, you are right. First sentence തെറ്റല്ല കേട്ടോ. This is also correct. പക്ഷെ എന്താണ്, there was a scope for improvising. So നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്തതിന് ഇംപ്രൊവൈസ് ചെയ്തു. And a small tip is given here. എപ്പോഴും പ്രൂഫ് റീഡിങ്ങിന്റെ ടൈമിൽ ഉറക്കെ വായിച്ചു നോക്കുക. നമ്മളിങ്ങനെ അതായത് നമ്മളിപ്പോ കണ്ണ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കുകയാണ്, എഡിറ്റിംഗ് ഫോർ ക്ലാരിറ്റി ആൻഡ് കോൺസൈസസ്, അങ്ങനെ ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് എവറിത്തിങ് വിൽ ഫീൽ റൈറ്റ്. പക്ഷെ ഉറക്കെ വായിച്ച് കുറച്ച് ഇങ്ങനെ നമ്മൾ പോസ് ചെയ്ത് വായിക്കുന്ന സമയത്ത് തെറ്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ ഈസിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വായിച്ച ഇമെയിൽസ് ഒക്കെ ഞാനിങ്ങനെ ഒറ്റ നോട്ടത്തിൽ എന്താണ്, റിക്വസ്റ്റ് ഫോർ ചേഞ്ചിങ് മൈ അഡ്രസ് വിച്ച് ഐ ഗേവ് ടു IGNOU യൂണിവേഴ്സിറ്റി, ഗ്രീറ്റിംഗ്സ്, അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയും ഓക്കെ സെറ്റ് ആണ്, കറക്റ്റ് ആണ് എന്ന് പറയും. ഇവിടെ I could notice the mistakes because I was reading it aloud and I was giving a pause between reading. അതുകൊണ്ടാണ് എനിക്ക് അതിലെ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, യാ. സോ ഈ ഒരു വീക്കിലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സമ്മറൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു സ്റ്റോറി എടുത്തിട്ട് നമ്മൾ ഇമെയിൽസ് അയക്കുന്നത് മതി എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വീണ്ടും വീണ്ടും അയച്ചു കഴിഞ്ഞാൽ വി നീഡ് ടു സ്റ്റിക്ക് ടു അവർ ടൈം ലിമിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ലൈഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾ അത് അയച്ചത് മതി, നിർത്തൂ എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ അയച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യാണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടാണത്. യാ, സോ നിങ്ങൾ ഈ ഒരു വീക്കിലത്തെ നമ്മളുടെ ലെസൺസ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ചെറിയ ആർട്ടിക്കിൾസ്, അതായത് അറൌണ്ട് ഒരു 1000 വേർഡുള്ള ആർട്ടിക്കിൾസിനെയൊക്കെ
ഒരു 3 to 5 സെന്റൻസ് അല്ലെങ്കിൽ ഒരു 3 to 7 സെന്റൻസുകൾ അതിനെ സമ്മറൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ ഫോർമൽ ഇമെയിൽസ്, അത് എൻക്വയറീസ് ആവാം, റെസ്പോൺസ് ഫോർ ബിസിനസ് എൻക്വയറി ആവാം. ഫോർമൽ ഇമെയിൽസ് ഒന്നും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ കോമൺ എറേഴ്സ് വരാൻ സാധ്യതയുള്ളത്, നമ്മൾ ഈ ഫോർമൽ ഇമെയിൽസും പ്രൊഫഷണൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അധികം ആൾക്കാരും എന്താണ് ആവശ്യമില്ലാണ്ട് കോംപ്ലക്സ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിന്റെ ആവശ്യം ഇല്ല. ദ ലാംഗ്വേജ് ഷുഡ് ബി സിമ്പിൾ, അതേസമയം ഫോർമൽ ആയിരിക്കണം. ഓക്കെ, ഇൻഫോർമൽ ടോണിലേക്ക് പോകരുത്. ദെൻ കോമൺ ഗ്രാമർ മിസ്റ്റേക്സ് എന്താണ്? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്, മിസ്പ്ലേസ്ഡ് മോഡിഫയേഴ്സ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീ പ്ലേസ് ഔട്ട്സൈഡ് ആണ്, പക്ഷേ ദേ പ്ലേ ഔട്ട്സൈഡ് ആണ്. ഓക്കെ, ഇത് ഓൾറെഡി ഫോളോ ചെയ്ത് വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതിപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂ ജോയിനീസിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് സെന്റൻസ് സ്ട്രക്ചറിംഗിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് സബ്ജക്ട് സിംഗുലർ ആയിട്ടിരിക്കുന്ന സമയത്ത് വേർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യും. ഷീ പ്ലേസ്, ഹി ഡാൻസസ്. ഓക്കെ, പക്ഷെ എന്താണ് പ്ലൂറൽ വരുന്ന സമയത്ത് നമ്മൾ വേർബ് എസ് ഉണ്ടാവില്ല. ദേ പ്ലേ, വി പ്രേ. ഓക്കെ, അതാണ് കേട്ടോ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. സിംഗുലർ വേർബ് പ്ലസ് എസ് ഓർ എസ്, plural equal verb. Yes, you are right, Bistana. Yeah. So നിങ്ങൾക്കിത് ഈ ഒരു എഡിറ്റിംഗ് ടെക്നിക്ക് നിങ്ങൾ ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഈ ആക്ടിവിറ്റീസ് ടാസ്കുകളൊക്കെ ഒന്ന്, നമ്മൾ കുറെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ഇമെയിൽസ് എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും എഡിറ്റിംഗിനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. ഓക്കെ, സോ ഒരു ചെറിയ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ. എഡിറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് അവോയ്ഡ് വെർബോസിറ്റി. ഈ സെന്റൻസിനെ കൂടുതൽ കോൺസൈസ് ആക്കുക. Due to the fact that we are running out of time, it is absolutely essential that we finish this project as quickly as possible. ഈ സെന്റൻസിനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒന്നുകൂടെ കോൺസൈസ് ആക്കുക. So please give me the edited sentences. ഞാനിവിടെ ഒരു ഒറിജിനൽ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. Since we are running out of time, we have to finish this project as fast as possible. Very good, Mithlaj. Very good. ആ ഒരു സെന്റൻസിനെ ഇനിയും കട്ട് ഷോർട്ട് ചെയ്യാനുള്ള, ഇനിയും ഷോർട്ട് ആക്കാനുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വേണമെങ്കിൽ. മിഥിലാജ് തന്നിരിക്കുന്ന സെന്റൻസ് ഓക്കെയാണ്, കറക്റ്റ് ആണ്. ഇറ്റ്സ് എ ഗുഡ് സെന്റൻസ്, യു ട്രൈഡ് യുവർ ബെസ്റ്റ്. പക്ഷെ ആ ഒരു സെന്റൻസിന് ഇനിയും വേണമെങ്കിൽ ഷോർട്ട് ആക്കാം. ഇവിടെ ഇപ്പൊ മിഥിലാജ് ചെയ്തിട്ടുള്ള എഡിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഡ്യൂ ടു ദ ഫാക്ട് എന്നുള്ളതിൽ ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ്, ഈ ഒരു 5 വേർഡിനെ സിൻസ് എന്ന ഒറ്റ വേർഡിൽ അവിടെ റീപ്ലേസ് ചെയ്തു. വെരി ഗുഡ്. ഔട്ട് ഓഫ് ടൈം, പിന്നെ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ എന്നുള്ളതൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് എന്ത് വന്നു അവിടെ? വി ഹാവ് ടു ഫിനിഷ് ദിസ് പ്രോജക്ട് ആസ് സൂൺ ആസ് പോസിബിൾ. അവിടെയും ഒരു 3-4 വേർഡ്സ് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. സിൻസ് വി ആർ ഷോർട്ട് ഇൻ ടൈം, വി മസ്റ്റ് ഫിനിഷ് ദിസ് പ്രോജക്ട് ക്വിക്ലി. ഓക്കെ, അവസാനടുത്ത് വീണ്ടും മിഥിലാജിനേക്കാൾ ചെറുതായിട്ടുണ്ട്. വെരി ഗുഡ്. നോ, ലെറ്റ്സ് ഫിനിഷ് ഇറ്റ് ക്വിക്ലി എന്നുള്ളതില് നമ്മൾ സമയമില്ല എന്നുള്ള പോയിന്റ് അവിടെ മിസ്സായിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇതിന് ഏറ്റവും ഷോർട്ട് ഫോം ആണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റാണെന്നല്ല. വി മസ്റ്റ് ഫിനിഷ് ദിസ് പ്രോജക്ട് ക്വിക്ലി ആസ് ടൈം ഇസ് റണ്ണിങ് ഔട്ട്, അല്ലെങ്കിൽ ആസ് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് എന്നുള്ളതിന്റെ റീസൺ വേണമല്ലോ. റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, ഇവിടെ ഈ ഒരു സെന്റൻസിലെ 2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണുള്ളത്. പ്രൊജക്ട് വേഗം തീർക്കണം, റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ആണ്. ഓക്കെ, ഈ 2 എണ്ണമാണ് ഇവിടെ മെയിൻ പോയിന്റ്സ് വരുന്നത്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് ഷോർട്ടസ്റ്റ് സെന്റൻസ് ഐ തിങ്ക്. ഓക്കെ, ഈ ഒരു സെന്റൻസിന് ഇതിനേക്കാൾ ഷോർട്ട് ആക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. We have to finish this project as quickly as possible as we are running out of time. Okay, good. Okay, yes, നിങ്ങൾ ഓരോരുത്തരും തന്നിട്ടുള്ള സെന്റൻസുകളും കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, പ്ലീസ് ട്രൈ ദിസ് സെന്റൻസ്. ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ആക്കാൻ എളുപ്പത്തില് അത്യാവശ്യം വലിയ സെന്റൻസുകൾ തന്നെയാണ് തന്നിട്ടുള്ളത്. The main objective of our new policy is to enhance and improve the overall efficiency and productivity of our workplace environment. ഇതിനെയും ഒരു 1 ലൈനിലേക്ക്, ഈ ഒരു 3 ലൈൻ സെന്റൻസിനെ നിങ്ങൾക്ക് 1 ലൈനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. We must complete immediately because no more time. Because no more time എന്ന യൂസേജിനേക്കാൾ എന്താണ് because we are running out of time എന്ന് പറയാം, അല്ലെങ്കിൽ because we are nearing deadline എന്ന് പറയാം. ഇങ്ങനെ പറയാം. No more time എന്ന് പറയുന്നത് അത്ര ഒരു പ്രൊഫഷണൽ
യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളെല്ലാം പ്രൊഫഷണൽ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. ഓക്കെ, ഈ ഒരു സെന്റൻസിനെ നിങ്ങളൊന്ന് കട്ട് ഷോട്ട് ചെയ്ത് നോക്കിയേ. ഇപ്പോ സ്ക്രീനിൽ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സെന്റൻസിനെ. Our new policy is to upgrade our work style. Mitlas, the sentence is fine, പക്ഷേ എന്താണ് എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി എന്നുള്ള വാക്കുകളൊക്കെ വരണ്ടേ? The main objective of our new policy is to improve workplace efficiency and productivity. Okay, good. It's good, but since ഇനിയും കട്ട് ഷോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അസാന തന്നിരിക്കുന്ന സെന്റൻസസ് ഓക്കെ. Our aim is to improve productivity of our workplace environment. Okay, good, Bustana. The prime objective of our new policy is to enhance the overall productivity of our workplace environment. ഗൗരി തന്നിരിക്കുന്ന സെന്റൻസ് ഏകദേശം ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് പോലെ തന്നെയാണല്ലോ. വലുതായിട്ട് വേർഡ്സ് കുറഞ്ഞില്ലല്ലോ. Our new policy aims to improve workplace efficiency and productivity. Very good there, Priya. Very good. Very good try. Our new policy aims to improve workplace efficiency and productivity. ഓൾമോസ്റ്റ് ദേവപ്രിയ തന്നിട്ടുള്ളതും ഞാനിവിടെ കൊടുത്തത് എക്സാക്ട് സെയിം ടു സെയിം സെന്റൻസ് ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ദിസ് ഇസ് ദ ലാസ്റ്റ് സെന്റൻസ്. നമ്മളെ ടൈം കഴിഞ്ഞു, പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. കാര്യങ്ങൾ കട്ട് ഓഫ് ചെയ്ത് ഷോർട്ടായിട്ട് പറയാന്നുള്ളത്. Our policy is improve അല്ല, our policy is to improve. Okay, good, Diana. New policy help us to improve productivity. ന്യൂ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുള്ളത് അതിന്റെ ഒബ്ജക്റ്റീവ് അല്ലേ? അപ്പൊ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം അങ്ങനെ കൊടുക്കണം. ഷിജു, ഒരു വേർഡിന്റെ മിസ്സിംഗ് ഉണ്ട്. The primary goal of our new policy is to increase workplace productivity. Okay, Karthika. Our main focus is workplace productivity. എന്തിന്റെ മെയിൻ ഫോക്കസ് ആയിരുന്നു? ന്യൂ പോളിസിയുടെ അല്ലേ? അപ്പൊ അത് മെൻഷൻ ചെയ്യണേ. ഞാൻ സെന്റൻസ് ഇട്ടുള്ളൂ. യു കെൻ try making the edited version of this sentence. The report that I have prepared contains all the information that is necessary for you to be able to make a decision regarding the project. The report contains all the information needed to decide on the project. Asana, did you try ChatGPT? ChatGPT നോട് ചോദിച്ചിരുന്നോ? My report has all information for you to make decision for the project or decision regarding the project അല്ലെങ്കിൽ decision about the project. Okay, yes, Mitraj. Asana, can you please reply? ഇത് ChatGPT ലിട്ട് പ്രോസസ് ചെയ്തിരുന്നോ? ജസ്റ്റ് ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതാണ്. The report contains information about the project. അയ്യോ ധ്യാന, നമുക്ക് എന്താണ് ഇവിടെ മെയിൻ പോയിന്റിൽ ഡിസിഷൻ റിഗാർഡിംഗ് ദ പ്രോജക്റ്റ് എന്നുണ്ട്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്യണേ. ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോജക്റ്റ് അല്ല, പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസിഷൻ എടുക്കാൻ സാധ്യമാക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട് എന്നാണ് പറയേണ്ടത്. My report contains adequate information needed to make a decision about the project. Very good, Gauri. All the topics are commercial subject. I'm a science student. അയ്യോ മനസ്സിലായില്ലായിരുന്നു ശ്രീകല. യെസ്, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി? ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നെല്ലാം കൊമേഴ്ഷ്യൽ സബ്ജക്റ്റുകളാണ് എന്നാണോ? ഇതങ്ങനെ കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ് അല്ല. നമ്മൾ സയൻസ് സബ്ജക്റ്റുകളും റിപ്പോർട്ടുകൾ പലപ്പോഴും പ്രിപ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ സൈക്കോളജിയിലൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ടല്ലോ റിപ്പോർട്ട്സ്. ഇവിടെ എന്താണ്, ഇവിടെ കൊമേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ഒരു സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. The report that I have prepared contains all information that is necessary for you to be able to make a decision regarding the project. No, ഇത് ബിസിനസ് സബ്ജക്റ്റും അല്ല കേട്ടോ. കാരണം പ്രൊജക്റ്റുകളും റിപ്പോർട്ട്സും എല്ലാം എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, The report have all needed information for your project. Okay, നിങ്ങളുടെ സെന്റൻസുകളൊക്കെ ഓൾമോസ്റ്റ് എത്തി. The project includes the report includes all the information needed to decide on the project. നേരത്തെ അവസാനം പറഞ്ഞിട്ടുള്ള സെയിം സെന്റൻസ് തന്നെയാണ് ഇവിടെ ഞാനും കൊടുത്തിട്ടുള്ളത്. ഞാനിതെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ സെന്റൻസുകൾ എടുത്തിട്ടുണ്ടായിരുന്ന ChatGPT എന്നായിരുന്നു. സോ അസാനയുടെ സെന്റൻസും സെയിം റിസംബിൾ ചെയ്തപ്പോ അതുകൊണ്ടായിരുന്നു ഞാൻ ചോദിച്ചത്. The report which I have prepared contains all the information to make a decision regarding the project. Okay, very good. Okay,
So if you have any doubts regarding this week's content, you can ask quickly. നമ്മൾ ഓൾറെഡി നമ്മളുടെ ടൈം ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇല്ല എല്ലാം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ you may all leave. See you all next week. Next week we'll be looking into listening and speaking skills in professional context. ഈ വീക്ക് നമ്മൾ റൈറ്റിംഗ് ആണ് നോക്കിയത്. So next week നമ്മൾ listening and speaking ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. Okay. We'll be looking into delivering structured speeches and handling question answer sessions in a professional setup. With that, we are winding up, and I request all of you to involve in continued practice with all the skills learned until today. Okay, practice ചെയ്തിട്ടില്ല എല്ലാം മറക്കും. And a gentle reminder, I want all of you to complete your weekly quiz today itself. Okay, thank you. And yes, I'm also happy to inform you all that we've successfully completed our 100 days. Okay, thank you all. You may all leave. Good night and take care.